ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ട്രാവൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ ഒരു കിട്ടിലൂർ റിസോർട്ടിലാണ്. സോ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സഫാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മളൊരു മോർണിംഗ് 8-ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ്. ഇപ്പോൾ ഇവിടെ കഴക്കൂട്ടത്തൊരു ആര്യാസ് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഈ ഒരു ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9:42 ആണ്. ഏകദേശം ഒരു 3.25 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ഡ്രൈവ്. സോ നമുക്ക് ആ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളായിരിക്കും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. സോ നമുക്കിനി പോകുന്ന വഴികളുടെ കാഴ്ചകൾ അവിടെ എത്തിയിട്ടുള്ളത് കാണാം. ബൈ. ഫ്രണ്ട്സ്, നമ്മളിപ്പം ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു കള്ള് ഷാപ്പിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയിലാണ്. സോ അവിടെ നല്ല കിടിലം ഫുഡുണ്ടെന്നാണ് അറിഞ്ഞത്. സോ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഗരുഡാകരി എന്ന് പറയുന്നൊരു കള്ള് ഷാപ്പാണ്. സോ നമുക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. സോ ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തരാം സ്ഥലം. ഇതാണ് ആ സ്ഥലം. ഒരു രക്ഷയില്ലാത്ത ഫീൽ വരുന്നൊരു സ്ഥലമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ രണ്ട് സൈഡും കായലും നടുക്കൂടെയാണ് ഈ റോഡ് വന്നിരിക്കുന്നത്. കണ്ടോ, രണ്ട് സൈഡും കായലാണ്, നടുക്കൂടെയാണ് ഈ ഒരു റോഡ് വന്നിരിക്കുന്നത്. സോ നല്ല കിടിലം ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം. ആലപ്പുഴയിൽ മിക്ക സ്ഥലത്തും ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുന്ന പ്ലേസുകളുണ്ട്. എന്തിനായാലും ഇവിടെ നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു വീട് കാണുന്നുണ്ട്. അത് നല്ല പഴയ വീടാണെങ്കിലും ആ ഒരു ലുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു കായൽ ഫ്രണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ വെള്ളം കയറുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടമായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്ത ഷാപ്പിലോട്ട് പോകാം. അവിടുത്തെ ഫുഡും എല്ലാം ഒന്ന് നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആ ഷാപ്പിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഗരുഡാഗിരി എന്നാണ് ഷാപ്പിൻ്റെ പേര്. സോ നിങ്ങൾക്ക് ഞാൻ ആ ഷാപ്പിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ കാണിച്ചു തരാം. സോ ഇതാണ് ആ ഒരു ഫ്രണ്ടേജ് വരുന്നത്. തൊട്ടടുത്ത് കായലാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്, ഒത്തിരി വണ്ടികളും വന്നിട്ടുണ്ട്. ഇതാണ് ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഷോപ്പ്. നല്ല ഫുഡാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്, അതുകൊണ്ടാണ് വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒത്തിരി പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട് ഇവർക്ക്. നല്ല ചൂടാണ് ഇപ്പം പുറത്ത്, രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ ഓരോ ഹട്ടുകളുണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. മാത്രമല്ല അവിടെ അങ്ങോട്ട് ഫാമിലി റെസ്റ്റോറൻറ്റ് പോലെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ നമുക്കൊരു ഹട്ടിലോട്ട് കയറാം. ഇവിടുത്തെ മെനു കപ്പ, ചേമ്പ്, കാച്ചിൽ, കൂഴ, ചപ്പാത്തി, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഈ കുഴയെന്ന് പറഞ്ഞാൽ കപ്പ, ചേമ്പ്, കാച്ചിൽ ഇതിൻ്റെ മിക്സാണ്. പിന്നെ ഡക്കിൻ്റെ ഐറ്റംസ്, റാബിറ്റ്, കാട, ചിക്കൻ ഐറ്റംസ്, പിന്നെ ഒത്തിരി ഫിഷ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. കപ്പ, കൊഴുവ ഫ്രൈ, ഇത് ഡക്ക് റോസ്റ്റ്, ഇത് വെള്ളയപ്പം, പിന്നെ കള്ള്. ഇനി സാധനങ്ങൾ ഓരോ ഉണ്ട്. സോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഒരു തലക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഹെവി തലക്കറിയാണ്, കുറച്ച് നല്ല വലിയ തലയാണ് മെയിൻ. ഏത് മീനാണെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഊണുണ്ട്, ഒരു ഊണും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു വരാൽ ഫ്രൈയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് വരാൽ ഫ്രൈ. ഇനിയും കുറച്ച് ഐറ്റംസ് വരാനുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ഫുഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. സോ കഴിച്ചിട്ട് എന്തായാലും അതിനെപ്പറ്റി പറയാം.
A few moments later. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ ഒരു ഗരുഡഗിരി ഷാപ്പിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല കിട്ടില്ലം ഫുഡായിരുന്നു. ഫിഷിൻ്റെ ഐറ്റംസാണ് നല്ല ടേസ്റ്റ് ഉള്ളത്, ഒരു രക്ഷയില്ല. പിന്നെ കപ്പ, അത് നോർമലി ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. എങ്കിലും ഫിഷും ഡക്കിൻ്റെ ഇതും അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. സോ നിങ്ങൾ ആലപ്പുഴ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഷാപ്പിൽ തന്നെ വരണം. ഗരുഡഗിരി ഫാമിലി റെസ്റ്റോറൻ്റാണ്. സോ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ റിസോർട്ടിലോട്ടാണ്. സോ നമുക്ക് ഇനി അടുത്തതായി റിസോർട്ടിലെ കാഴ്ചകളിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ റിസോർട്ട് ചെന്നിട്ടുണ്ട്. റിസോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് പോവുകയാണ്. അയ്യോ, സ്ഥലമുണ്ടോ? സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്റ്റെർലിങ്ങിൻ്റെ ആ ഒരു റിസോർട്ടിൽ വന്നിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ആദ്യം നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് റൂമിലോട്ട് പോവാം. Time I try to breathe, the moon will rise and carry me. For I've loved and I have died. So I won't hold back, and you should know that what's never gone just have regrets. So I won't go back. Oh, Lord, guide me to forget the time I lost with no regrets, and the moon shine back again. നമുക്ക് അടുത്ത് കഴിഞ്ഞ റൂം കാണാം. സോ ഇതാണ് നമ്മുടെ ആ ഒരു കോട്ടേജ്. 211 റൂം. ഒരു ഡബിൾ ബെഡുള്ളൊരു കോട്ടേജാണ്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. 2 സോഫ, TV, നമുക്ക് ടോയ്ലറ്റ് നോക്കാം. ടോയ്ലറ്റും നല്ല വലിയ ടോയ്ലറ്റാണ്. നമുക്ക് ബാത്തിങ് ഏരിയ സെപ്പറേറ്റ് ഗ്ലാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ടവൽസും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബുണ്ട്, ലോക്കർ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാൽക്കണി ഏരിയയിലോട്ട് പോകും. ബാൽക്കണി ഏരിയയിലോട്ട് പോകുമ്പോഴാണ് കിട്ടില്ല ഒരു വ്യൂ. അതായത് നമ്മുടെ ലേക്കിൻ്റെ ആ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ പെഡൽ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, പിന്നെ സൺസെറ്റ് ക്രൂയിസ് ബോട്ടിംഗ് ഉണ്ട്. അതൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് സ്പീഡ് ബോട്ടിനൊക്കെ ഏകദേശം 1500 രൂപ റേറ്റ് വരും. സോ ഇതാണ് നമ്മുടെ ആ ഒരു കോട്ടേജ്.
വെർത്താണെന്ന് പറയാം. നമുക്കിപ്പോൾ ഒരു 1 ഡേക്ക് ഏകദേശം ഒരു 2 റൂംസ് 5 ഓക്യുപ്പൻസിന് ഏകദേശം ഒരു 13K അടുപ്പിച്ചാണ് വരുന്നത്. വെർത്താണെന്ന് പറയാം. നല്ല നീറ്റ് റൂമാണ്. ഫ്രണ്ട്സ്, അങ്ങനെ റിസോർട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി ഇനി നേരെ പോകുന്ന പൂളിലോട്ടാണ്. സോ ഈ റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ സ്റ്റെർലിങ്ങിൻ്റെ ലേക്ക് പാലസ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ റിസോർട്ടാണ്. അത്യാവശ്യം വലിയൊരു റിസോർട്ടാണ്. ഒത്തിരി ആക്ടിവിറ്റീസും ഇൻഡോർ ഗെയിംസും ബോട്ടിങ്സ് സംഭവങ്ങളെല്ലാം ഉള്ളൊരു റിസോർട്ടാണ്. സോ ഇവിടുത്തെ കോട്ടേഴ്സ് എന്ന് പറയുന്ന ഈ ബാക്കിൽ കാണുന്നതാണ്. നമുക്ക് ലേക്കിന് തൊട്ടടുത്തായിട്ടാണ് ഈ കോട്ടേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ കോട്ടേജസ്. നമുക്ക് ഈ ഒരു കോട്ടേജിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലേക്കാണ്. സോ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂംസുകളാണ് ഇവിടെ ഉള്ളത്. വലിയൊരു പ്രോപ്പർട്ടിയാണെന്ന് തന്നെ പറയാം. നമുക്കിപ്പം ഇതിനകത്തോട്ട് നമ്മുടെ പേഴ്സണൽ വണ്ടികളൊന്നും അലോ ചെയ്യത്തില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാൻ ബഗ്ഗി പിന്നെ സൈക്കിള് ഒക്കെ ഉണ്ട്. ഇവിടെ ഇതുപോലെ കുറച്ച് ബ്രിഡ്ജസ് അകത്ത് തന്നെ കാണാം. ഈ ടൈപ്പ് ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. സോ നല്ല ഒരു ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം. കൂടാതെ നമുക്ക് ഒരു ആയുർവേദിക് ആൻഡ് സ്പാ സംഭവങ്ങളുണ്ട്. ഇതാണ് ബ്രിഡ്ജ്. ഇവിടെ ഒത്തിരി ബ്രിഡ്ജസ് ഇങ്ങനെ ഉണ്ട്. ചേട്ടാ, ഈ റിസോർട്ട് എങ്ങനെയുണ്ട്? എന്ത് പറയുന്നു ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്? ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പക്ഷേ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സീരിയസ് ആയിട്ട് പറയാം. വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആംബിയൻസ് റൂംസും കാര്യങ്ങളെല്ലാം വെറുതെ ഇങ്ങനെ നടക്കും. പിന്നെ വണ്ടി ഇതിനകത്ത് കയറ്റത്തില്ല. അതുകൊണ്ടെന്തായാലും ആ രീതിയിൽ ഓക്കെ. അല്ലാണ്ട് വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ പൂളിൻ്റെ സൈഡ്. പൂളിന് ചുറ്റും ലേക്കാണ്. ആ കാണുന്നതാണ് പൂള്. ഇതൊക്കെയാണ് ഇവിടുത്തെ കോട്ടേജസ്. ഇതിനകത്ത് റൂം എല്ലാം വാട്ടർ ഫ്രണ്ടേജ് ഉള്ള കോട്ടേജസാണ്. ഇതാണ് പൂള്. അത്യാവശ്യം സൈസുള്ള പൂളാണെന്ന് പറയാം. ചെറിയ പൂളൊന്നുമല്ല. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ലേക്ക് സൈഡിൽ തന്നെ നമുക്ക് പെഡൽ ബോട്ടും യൂസ് ചെയ്യാൻ പറ്റും. A few moments later. അങ്ങനെ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി നല്ല കിടിലമായിട്ട് കളിച്ച് ഇതാണ് പൂള്. ഒരു രക്ഷയില്ല. നല്ലൊരു ആംബിയൻസ് ആണ് നൈറ്റ്. സോ ഇവിടെ ഫുൾ ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവർ. ആ കാണുന്ന ബിൽഡിങ്ങാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അതിൻ്റെ താഴെ റിസപ്ഷൻ ഏരിയ. ഈ കാണുന്ന ഒരു പോർഷനിലാണ് നമുക്ക് കുറച്ച് സോവനേഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന സ്ഥലം. സോ കോട്ടേജസൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇത് പ്രീമിയം കോട്ടേജസാണ്. ഇതൊരു വില്ല ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. അതായത് നമുക്ക് 2 റൂംസ്, കിച്ചൺ, സിറ്റ് ഔട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. The next day. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റെർലിങ്ങിൻ്റെ ആലപ്പുഴയുള്ള ലേക്ക് പാലസ് എന്ന റിസോർട്ടിലായിരുന്നു സ്റ്റേ. സോ ഒരു 1 ഡേ സ്റ്റേ ആയിരുന്നു. നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമുക്ക് നല്ല റൂംസൊക്കെയാണ് കിട്ടിയത്, നല്ല ഫുഡാണ് കിട്ടിയത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നൈറ്റ് ടൈം ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ ലേക്കാണ് ഇതിന് ചുറ്റും കവർ ചെയ്ത് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു മോർണിംഗ് വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വ്യൂ. അവിടെ കോട്ടേജിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ വരുന്ന വ്യൂ ആണ്. സോ നമുക്കൊരു 1 നൈറ്റ് സ്റ്റേ അല്ലെങ്കിൽ ഒരു 2 days ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു സ്റ്റെർലിംഗ് ലേക്ക് പാലസ് റിസോർട്ട് എന്ന് പറയുന്നത്. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് 1 day മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യം ജസ്റ്റ് ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. അപ്പം പുതുപുത്തൻ കിടിലം ട്രാവൽ വീഡിയോസും ഓട്ടോമോട്ടീവ് റിവ്യൂ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ.